വെൽക്കം ടു ചേസിംഗ് മൈ ഫിറ്റ്നസ് ആൻഡ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സുഹൃത്താണ്. ഇന്നൊരു നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താണെന്നറിയോ? എന്റെ അപ്പനെ പഠിപ്പിച്ച മാഷ് എന്റെ വീട്ടിലേക്ക് വരും. അത് നിങ്ങൾക്ക് എന്താണ് കാണുന്ന? നമ്മുടെ മാഷ് വന്ന സർപ്രൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. എൻ്റെ പേര് റോയ് തോമസ് എന്നാണ് പേര്. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് വിമൽ കാട്ടുകാരൻ, ഡോക്ടർ വിമൽ കാട്ടുകാരൻ ഫിസിയോതെറാപ്പി. അദ്ദേഹം എൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റാണ്. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹം അവിടെ പഠിക്കുകയും ഞാനായിട്ട് നല്ല മാനസികമായിട്ട് അടുപ്പമുള്ളൊരു വ്യക്തിയാണ്. കാരണം പഠിക്കുന്ന കാലത്ത് പെൻസിൽ ഡ്രോയിങ് വിമല് നന്നായിട്ട് ചെയ്തിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, മനുഷ്യനായ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അയാൾ വേറൊരു പ്രൊഫഷനിലേക്ക് പോയി. ഇപ്പോൾ താല്പര്യങ്ങളൊക്കെ ആർട്ടിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നാൽ അറിയാം നമുക്ക്. ഒരുപാട് ആന്റിക് സാധനങ്ങളൊക്കെ ആയിട്ട് ആള് വളരെ മനോഹരമായിട്ട് വീട് ഒരുക്കിയിരിക്കുന്നു. വിമലിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് ആന്റിക് ഒക്കെ അറേഞ്ച് ചെയ്ത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് ഒരുക്കിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ചിത്രം വിമലിനെ സമ്മാനിക്കണം തോന്നി. എൻ്റെ ഒരു പ്രസന്റ്. ഞാൻ ഇവിടെ തൃശ്ശൂർ ഒരു ഗാലറി വിത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ചിത്രമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും അതുപോലെ ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട പഠന കോഴ്സുകളും ഒക്കെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ വിമലിന്റെ ഒരു പ്രസന്റേഷൻ നടത്തുന്നത്. ആ ചിത്രമാണ് നിങ്ങൾ ഇതിൽ കണ്ടിട്ടുള്ള ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ചിത്രം. സാധാരണ ലാസ്റ്റ് സപ്പർ ഒരു ടേബിളിലിരിക്കുന്ന മൈക്കലാഞ്ചലോ അല്ല ഡാവിഞ്ചിയുടെ ഒരു മ്യൂറൽ ആർട്ടാണ് ശരിക്കുള്ള ഒരു ഒറിജിനൽ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ലാസ്റ്റ് സപ്പർ വരച്ചിട്ടുണ്ട്, പല രീതിയിലും വരച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് ഞാൻ വിമലിന് വരച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് അപൂർവമായിട്ട് പലരും വരച്ച് കണ്ടിട്ടില്ല. ആ ചിത്രം ഒരു അപൂർവമായിട്ട് കാണുന്ന ഒരു ചിത്രമാണ്. അത് ആണ് വിമലിന് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം. വിമലൊരു ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വന്ന് കണ്ടെന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഫോട്ടോഗ്രാഫായാലും അതുപോലെ ചെറിയ നമ്മൾ നിസ്സാരം തോന്നുന്ന പല കാര്യങ്ങളും വിമലിവിടെ വളരെ ഡെക്കറേറ്റീവായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഉൾക്കൊള്ളാനുള്ളൊരു മനോഭാവം നമ്മുടെ ഈ സൊസൈറ്റിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനത് ഉൾക്കൊള്ളുകയും അതിനെക്കുറിച്ച് ഒരു നല്ല ഒരു അഭിപ്രായം ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ആർട്ടിനോട് താല്പര്യമുള്ള വിമലിനെ ഞാൻ ഓർക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പെൻസിൽ ഡ്രോയിങ് നന്നായി ചെയ്തിരുന്നു. അങ്ങനെ പറയുന്നത്. പക്ഷെ പിന്നെ ഒരുപാട് കുട്ടികളുള്ളത് കൊണ്ട് ഞാനിങ്ങനെ, പക്ഷെ ഞങ്ങൾ ഇപ്പോഴും നല്ലൊരു ബന്ധം നിലനിർത്തി പോരുന്നുണ്ട്. അതില് എനിക്ക് തോന്നുന്നു പലർക്കും ഇവിടെ വന്നാൽ വിമലിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാവുന്ന രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം കാണേണ്ടതാണ്. കാരണം ഒരു വീട് പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പല വീടുകളിലും പോകുമ്പോൾ എന്താണെങ്കിലും ഒരു ഓഫീസിലൊക്കെ പോലെയാണ് വീട് പണിതത്. കാരണം ഈ ജിപ്സം ബോർഡൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ബൾബൊക്കെ ലൈറ്റൊക്കെ അതിനുള്ളിൽ വെച്ച് എനിക്ക് തോന്നുന്നില്ല ഒരു വീടിന്റെ അന്തരീക്ഷം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇത് ഒരു കൊളോണിയൽ ഇതാണ്, ഒരു കൺസെപ്റ്റാണ് ഇന്റീരിയറൊക്കെ. പക്ഷെ എന്നിരുന്നാലും അതിന് അതിൻ്റെതായിട്ടുള്ളൊരു, നമ്മളിപ്പോ ഏത് അവസ്ഥയിൽ ഏത് മോഡിൽ വന്നിട്ട് വീട്ടിൽ കയറിയാലും ആ മാനസികാവസ്ഥയുമായിട്ട് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് ഈ വീടിന്റെ ഇന്റീരിയറിന് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധിക്കുന്നുണ്ടായിരിക്കും. കാരണം അതിന്റെ ശരിക്കും അതിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഇപ്പോൾ മുതിർന്നവരാണ്, നമ്മുടെ മനസ്സിൽ ഒരുപാട്, പക്ഷെ അത് ശരിക്കും അതിന്റെ ഒരു ഡെവലപ്മെന്റ് കാണുക. വിമലിന് 2 മക്കളാണുള്ളത്, ആൺകുട്ടികളാണ്. അപ്പൊ അവരുടെ മനസ്സിന് അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക്, അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ മറ്റുള്ള ആക്ടിവിറ്റിയിലൊക്കെ ഈ ഒരു ഇന്റീരിയർ ശരിക്കും
അവരെ സ്വാധീനിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം അവര് ഇങ്ങനെ മൂവ് ചെയ്താലും അവരല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും അവരെന്ത് കാര്യങ്ങൾ സെലക്ട് ചെയ്താലും അവരെന്ത് ഡ്രസ് എടുത്താലും അവരെന്തൊക്കെ ചെയ്താലും അവർക്ക് അവരുടെ ഉള്ളിൽ ഈ ഒരു ഇന്റീരിയർ ബാലൻസ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവും. അതാണ് നമ്മൾ പലരിൽ നിന്നുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ പലരുടെ വീടുകളിൽ ഇല്ല. കാരണം ഡിസോർഡറായി കിടക്കുന്ന നല്ല നല്ല വീടുകളൊക്കെ പണിത് നല്ല നല്ല സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ അത് ഡിസോർഡറായിട്ട് കിടക്കുന്ന കാര്യങ്ങളും പിന്നെ അത് അവർക്ക് അതിനോടും താല്പര്യമില്ല. ഒന്നും എന്തെങ്കിലും അറിയാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, താല്പര്യം. പക്ഷെ ഇത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയ ഒരു അങ്ങനെയാണ് ഞാൻ ഒരു ചിത്രം വിമലിന് പ്രസന്റ് ചെയ്യാൻ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ചിത്രം വരച്ച് കൊടുക്കുന്നത്. അത് ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യാം എന്നുള്ള രീതിയിൽ വിമല് ചെയ്തതെന്ന് മാത്രമല്ല. ഞാനിപ്പം 100% സമയം സ്പെൻഡ് ചെയ്യുന്നത് ആർട്ടിലാണ്. ആർട്ടില് പെയിന്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. കൂടാതെ ടീച്ചിങ് പഠിപ്പിക്കുന്നുണ്ട്. അതില് പെയിന്റിങ് നമ്മൾ വരച്ച് ഏത് മീഡിയത്തിലാണെങ്കിലും വരച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പ്രസന്റേഷനുകളായാലും കൊടുക്കാനൊക്കെ ഉള്ള ആളുകൾ വരപ്പിക്കുന്നുണ്ടെല്ലാം ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂര് കിഴക്കേക്കോട്ടയിലാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. ആർട്ട് സ്പേസ് എന്നാണ് അതിന്റെ പേര്. അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയാണത്, ഒരു ഗാലറിയും കൂടിയാണ്. നിങ്ങളിപ്പോ കണ്ടത് എന്റെ സാറിന്റെ വാക്കുകളാണ്. ഇതാണ് സാറ് വരച്ച പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് സാറിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നതാണ്. 5 മുതൽ 10ാം ക്ലാസ് വരെ എന്നെ പഠിപ്പിച്ച സാറാണത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സാറിനെ. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സാറിനെ ഞങ്ങൾ കാണുന്നത്. സാറ് ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറി വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സാറ് വരും. ഭയങ്കര സന്തോഷമാണ് സാറ് വരുന്നത്. സാറിന് ഈ പഴയ സാധനങ്ങളോടൊക്കെ വലിയ ഇഷ്ടമുള്ളത് കൊണ്ട് സാറ് വരച്ച ഈ പടം നോക്കിയാൽ വരയ്ക്കണവർക്ക് മനസ്സിലാവും ഇതിന്റെ കഷ്ടപ്പാട് എന്തോരുണ്ടെന്ന്. ചെറിയ ബ്രഷ് കൊണ്ട് ഓരോ സ്ട്രൈപ്സും വരുന്നത് നോക്കി, ഓരോ ഡിസൈനുകളും വരുന്നത് കണ്ട. ചെറിയ ബ്രഷ് കൊണ്ടാണ് ഓരോന്നും ചെയ്യണത്. മുടിയിലായാലും ഓരോന്നും ചെയ്യണത്. എന്തോരം ഭംഗിയില ചെയ്തേണേന്ന് നോക്കിയാൽ. അതുപോലെ ഒരു വെളിച്ചം ഈ ഭാഗത്തുനിന്ന് ആ വെളിച്ചത്തുനിന്ന് ഫ്യൂംസ് പോണതായിട്ടും, അതുപോലെ വെളിച്ചം വരുമ്പോ ഇവിടൊക്കെ മുഖത്തിന്റെ ഇവിടൊക്കെ ആ ഷെയ്ഡ് വരണത് ഒക്കെ എന്തൊരു ക്ലിയർ ആയിട്ടാണത്. ഒരു കലാകാരന്റെ മനസ്സ് എന്ന് പറയണത് കണ്ട. ആളുടെ വീക്ഷണം അപ്പൊ എന്തോരം ഉണ്ടാവുമെന്ന് മനസ്സിലായ ആ സാറിന്റെ. അതായത് ഒരാളുടെ നിൽക്കുമ്പോ അയാളുടെ മുഖത്ത് എവിടൊക്കെ ആ ഷെയ്ഡ് വരും പ്രകാശം അടിക്കുമ്പോ. ഇതൊക്കെ ഓരോന്നും വന്നേണത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വരയുടെ ആ ഒരു ഗുണം. അപ്പോ സാറിന്റെ ആർട്സ് ഗാലറി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിന്റെ വിസിറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളെല്ലാവരും സാറിനെ സപ്പോർട്ട് ചെയ്തോളോ. സാറിന് ഭയങ്കര ഇഷ്ടമാണ്. വളരെ വളരെ നന്ദിയുണ്ട് സാറിനോട്. ഞങ്ങൾ ശരിക്കും സർപ്രൈസ് ആവാണ് ചെയ്തത്. ഇങ്ങനെ സാർ ഇത് കൊണ്ടുവന്നപ്പോ ഭയങ്കര ഹാപ്പിയായി ഞങ്ങളെല്ലാവരും. അപ്പൊ താങ്ക് യു സാറേ. സാറിന് വേണ്ടിയിട്ട് ഈ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാരും എന്തായാലും ഈ ഫോട്ടോ നന്നായി ആസ്വദിച്ചിട്ടുണ്ടാവും. ഇതിന്റെ എഫേർട്ടും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എത്ര സമയം എടുത്തിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് ഊഹിക്കാം. ഒരുപാട് ആൾക്കാരെ വരയ്ക്കാറുണ്ട്. ലാസ്റ്റ് സപ്പർ ആയതുകൊണ്ട് തന്നെ ഒരാളല്ല 13 പേരാണ് ഇതിലുള്ളത്. അപ്പോ അത്രയും എഫേർട്ട് ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത് ആസ്വദിക്കുക, സാറിനെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പിക്ചർ ആയാലും നിങ്ങളത് ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാർ അത് വരച്ചു തരും. പിന്നെ പിള്ളേർക്കും സുഡു റുണ്ടു ഇഷ്ടായില്ലേ? പിള്ളേരായിരുന്നു ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ഈ ഒരു പിക്ചർ വരച്ച് കിട്ടാനായിട്ട്. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, താങ്ക് യു, ബൈ. സാറിന് എല്ലാവരും അപ്പൊ സപ്പോർട്ട് ചെയ്തോളോ. നന്നായി തന്നെ നിങ്ങൾക്ക് വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ആയാലും ശരി, വേറെ ഡിസൈനുകളായാലും ശരി, മ്യൂറൽ പെയിന്റിംഗ് ആയാലും ഏത് പെയിന്റിംഗ് ആയാലും സാർ അത് ചെയ്തുതരും. സാറിന് കൊടുത്തോളോ. അപ്പോ സാറ് നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പറും എല്ലാം നിങ്ങൾക്ക് തരാം. നിങ്ങളപ്പോ സാറിനെയും സപ്പോർട്ട് ചെയ്തോളൂ.
അതുപോലെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഈ ഷോപ്പ് പീസുകളാണ് സാധാരണ കൊടുക്കാറ്. അപ്പൊ ഇതുപോലെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പിക്ചർ ആയാലും വരച്ച് ഗിഫ്റ്റ് ചെയ്താൽ അത് വളരെ നല്ലൊരു ഐഡിയ ആയിരിക്കും. അപ്പോ താങ്ക് യു. ബൈ. ബൈ.